നീണ്ട 10 വർഷം 2016 കല്യാണം കഴിഞ്ഞ് 2026 കേസ്. ഭയങ്കര സന്തോഷം. എല്ലാത്തിലും എൻ്റെ സങ്കടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം സൗമ്യ കൂടെയുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും മനസ്സ് തകർന്ന് എന്താ പറയുക ഒരു പല അവസ്ഥകളും കടന്നു പോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് അവൾ മാത്രമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വേദന വരുമ്പോഴേ നമ്മുടെ കൂടെ ഒരാൾ വേണമല്ലോ ജീവിതത്തിൽ. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ എന്നെക്കാളും വിഷമം അവൾക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ കുറേ വർഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയത് കേട്ടോ കേസ്. അപ്പോൾ എൻ്റെ പറച്ചിൽ കേട്ടിട്ട് സൗമ്യ കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ വന്നിട്ട് ഞങ്ങൾ നേരെ ചാവക്കാട്ടേക്ക് വന്നു കേട്ടോ. ചാവക്കാട് ബീച്ച് വൈകുന്നേരം അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. നല്ല വൈബാണ് നമുക്ക് കേസ്. കുറേ തോണികൾ ഇതല്ലേ, തോണിയല്ല ബോട്ട്. ഇവിടെ കുറേ ചേട്ടന്മാർ കണ്ടല്ലേ വലയൊക്കെ കറക്റ്റാക്കണം. അവർ നാളെയോ എങ്ങനെ രാത്രിയൊക്കെ അവർ കടലിലേക്ക് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ പിടിക്കുന്ന വലകളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നു. നിറയെ ബോട്ടുകൾ ഇവിടെ തോണികൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ ഭാഗത്തൊക്കെ ഫുള്ളുണ്ട്. അതെ വൈകുന്നേരം ഇപ്പോൾ ഒരുപാട് കടകളൊക്കെ ഓപ്പൺ ആയിട്ട്. പിന്നെ പട്ടം പറത്തുന്ന ആളുകളാണ് കുറേ പേര് കേട്ടോ. എന്താ പറയുക, വലിയ വലിയ ആളുകളാണെങ്കിൽ നോക്ക് ഇതൊക്കെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടോ നല്ല കാറ്റാണ്. അതാ കുത്തി ഇല്ല പോയി സോ. ആഹാ ഒരു ചേച്ചി നല്ല ഹൈറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തി കാണേണ്ടത്. അവിടെ എത്തി ആ ചേച്ചി അല്ലേ ഉപ്പ. അടിപൊളി. കുറേ ആയി നമ്മള് ഇപ്പോൾ എന്താണ് മണ്ണാർശാലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആലപ്പുഴയിൽ പോയതാണ് അല്ലേ. ഇതേപോലെ വൈകുന്നേരത്ത് നമുക്കെന്താ ചാവക്കാട് ബീച്ചിലാണെന്ന് നമ്മൾ വൈകുന്നേരം അല്ലേ. അത് കടലകളൊക്കെ ഉണ്ട്, കടലയുണ്ട്, പട്ടം പറത്ത അടിപൊളി അല്ലേ. പട്ടം പറത്ത എത്ര രൂപയാണോ അറിയില്ല, വാങ്ങണം. കൊറേ പേരെ പിടിച്ചിരിക്കണം നൂല് കണ്ടാ. എത്ര പേരിന്റെ കയ്യിലാണ് നോക്ക്. അടിപൊളി വൈബ് അല്ലേ. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ. ചാവക്കാട് ബീച്ച് വൈകുന്നേരത്തും ആണ് വന്നിരിക്കുന്നത്. സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട്. ഇവിടെ നല്ല വൈബാണ്. കുറേ പേര് ആളുകൾ പട്ടം പറത്തുന്നു, കുറേ പേര് കടലെ നോക്കിയിരിക്കുന്നു അല്ലേ. അതിമനോഹരമായ ഒരു അടിപൊളി കാഴ്ചയാണ് കേസ്. കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും അല്ലേ, അടിപൊളിയാണ്. ഐസ്ക്രീം ഈ അപ്പൂപ്പനാണല്ലേ പട്ടം കൊടുക്കണം. അപ്പോൾ കുറേ നേരം കടലിലൊക്കെ നോക്കിയിരുന്ന് ഈ കാക്കകളൊക്കെ വന്ന് കൊത്തി തിന്നുന്ന ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി STV നമ്മളൊരു ബൈക്ക് റൈഡ് പോകാൻ പോകാണ്ട് കേസ്.
അപ്പോൾ നമ്മൾ ചാവക്കാട് ബീച്ചിൽ വന്നിട്ട് ബോട്ടിൽ പോകണമെങ്കിൽ നമ്മുടെ ബാക്കിൽ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പോയി ടോക്കനൊക്കെ എടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതുപോലെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തരും. അതിട്ടിട്ട് ആ ബോട്ട് വരും കേട്ടോ, അതിലേ പോവാം. അപ്പോൾ ചാവക്കാടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണല്ലേ. സോ നേരെ ഗുരുവായൂർ പോയിട്ട് നാളെ ഗുരുവായൂരപ്പനെ കാണാൻ പോകണം അല്ലേ, ഒരുപാട് പരിപാടി. അപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ ചാവക്കാട് ബീച്ച് അടുത്തായത് കൊണ്ടും നമ്മുടെ വെഡ്ഡിങ് ഡേ പിറ്റേ ദിവസം ഉണ്ടത് 10-ാം തീയതിത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ 11-ാം തീയതി ആയിരുന്നല്ലോ വെഡ്ഡിങ് ഡേ. അപ്പോൾ അന്നത്തെ ദിവസം ഭഗവാനെ പോയി കാണാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നേരത്തെ ഇങ്ങോട്ട് വന്നു കേട്ടോ കേസ്. 6 മണി അതിന് മുമ്പേ ഇവിടെ എത്തി റെഡി ആയിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. അവിടെ വന്ന് പൂ വാങ്ങിയിട്ട് സൗമ്യക്ക് പൂവൊക്കെ വാങ്ങി വെച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഓ വാങ്ങും. അപ്പോൾ ഒരുപാട് തവണ നമ്മൾ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ദിവസമാണല്ലോ. 11/2/2026 ഞങ്ങളുടെ 10ാമത്തെ വിവാഹ വാർഷികം. ഭഗവാനെ വന്ന് തൊഴുതണം അന്നത്തെ ദിവസം രാവിലെ തന്നെ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഭഗവാൻ സാധിച്ചു തന്നോട്ടെ കേസ്. നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം, കാരണം ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ തിരക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ എന്തായാലും ഭഗവാനെയൊക്കെ പോയി കണ്ട് തൊഴുതി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കേസ് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മരപ്രഭുവിൻ്റെ അവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെയും നല്ല വൈബാണ് ഇവിടെ ഈ നേരത്തൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ആകണല്ലേ ഭഗവാന്റെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പ്രതിമ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഗരുഡൻ്റെ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ നേരം നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ സംസാരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കാൻ കേട്ടോ കേസ്. നമ്മൾ നേരെ കാണുന്നതാണ് കേട്ടോ തെക്കേ നട. അപ്പോൾ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളൊരു കടയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ക്ലാസിക് എന്ന് പറഞ്ഞ ഒരു കടയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് +2 കഴിഞ്ഞ് സൗമ്യ അവിടെ വന്നത് കേട്ടോ. അവിടെ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഏതൊരു നിമിഷത്തിൽ എനിക്ക് സൗമ്യയോട് ഇഷ്ടം തോന്നുകയും ഞാനത് പറഞ്ഞ്, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. കാരണം എൻ്റെ കാല് ഇതുപോലെയാണ് അവൾ അറിഞ്ഞാൽ പറഞ്ഞിട്ട് പല സമയത്തും ഞാൻ ഭയങ്കര കോമഡിയാണ്. പല സമയത്തും ഞാൻ സൗമ്യനെ കാണാതെയാണ് ടോയ്ലറ്റിൽ പോകുക. അതായത് സൗ വർക്ക് ചെയ്യുന്ന ആ സെക്ഷൻ്റെ അവിടെയാണ് ഞങ്ങളുടെ ടോയ്ലറ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് എണീറ്റ് നടന്ന് അവളുടെ മുന്നിലൂടെ പോകാൻ ഒരു മടി. ഞാൻ ഇങ്ങനെയാണ് നമ്മൾ അറിയോ, അങ്ങനെ അതിലൊരു ഒരു ചിന്ത എനിക്ക് അന്നത്തെ ഒരു ഫീല് എനിക്ക് അന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലാദ്യം. പിന്നെ സൗമ്യ ബില്ലടിക്കാൻ വരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇളക്കി അങ്ങനെ ഇളക്കുക പറഞ്ഞാൽ അവളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യം പിടിപ്പിക്കും, മിയോ എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യട്ടാ. അപ്പോൾ അങ്ങനെ ഏതൊരു നിമിഷത്തിൽ അവൾക്ക് എന്നോട് സ്നേഹം തോന്നുകയും അത് എന്താ പറയുക സത്യസന്ധമായ സ്നേഹമായതുകൊണ്ട് രണ്ടാളും 2016 ഫെബ്രുവരി 11
അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് 10ാമത്തെ ആനിവേഴ്സറി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ 2016 വിവാഹം കഴിഞ്ഞു. ഒരു വർഷത്തിൽ ഒരു 5-6 മാസം, ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക സൗ പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ച് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല അധികകാലം അത് നീണ്ടു നിന്നില്ല. പെട്ടെന്നൊരു ദിവസം സൗ ഇങ്ങനെ രാവിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറ് വേദനിക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ കാര്യമാക്കിയില്ല കേസ്. അപ്പോൾ നമുക്കറിയില്ലല്ലോ, ഞാൻ കാര്യമാക്കിയില്ല. അപ്പോൾ വൈകുന്നേരം ആകെ അവൾക്ക് ഭയങ്കര വേദന, വയറ് വേദനയായി. ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി കാണിക്കാനുള്ളൊരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി നോക്കുമ്പോൾ സൗമ്യക്ക് ട്യൂബിൽ പ്രഗ്നൻസി ആയി എന്നോ പറഞ്ഞ് അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കണം, ഇല്ലെങ്കിൽ സൗമ്യ അല്ല അവൾക്ക് ജീവന് തന്നെ ആപത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതെ അപ്പോൾ ആ സമയത്ത് അറിഞ്ഞതുകൊണ്ട് അവളുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ ഇത് വയറ്റിൽ തന്നെ ട്യൂബ് ബ്ലോക്കായി ട്യൂബിൽ പ്രഗ്നൻസി ഒരുപാട് പേർക്ക് ആവാറുണ്ട്. അത് ട്യൂബ് പൊട്ടി വയറ്റിൽ ഫുള്ള് ബ്ലഡൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഞാൻ എഴുതി കൊടുത്തു. എന്താണ് ട്യൂബ് മാറ്റാൻ വേണ്ടി പറഞ്ഞ് അതിനുശേഷം പിന്നെ 2 കൊല്ലം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2-3 കൊല്ലം വയറ്റിലൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 2-3 കൊല്ലമായി. പിന്നെ ഞങ്ങൾ ഇപ്പോൾ 10 വർഷമായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇത്രയും കുറച്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായിട്ടില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മൂവാറ്റുപുഴ സെബൈൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ചെറിയൊരു ബ്രേക്ക് വന്നു. ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് കാലം നമ്മൾ വാടകയ്ക്ക് ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടി വളർന്നു വന്നവരാണ്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വീട് സ്വന്തമായ ഒരു വീട് കെട്ടിയിട്ട് കുട്ടിയായാൽ മതി എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. കാരണം എന്താണ് നമ്മുടെ ഇപ്പോൾ അങ്ങനെ വീട് പണി തുടങ്ങി നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തേണ്ട വന്നു. ഇപ്പോൾ വീടൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കേസ് ഇനി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ഈ ജീവിതത്തിലെ കുറേ ചെറിയ വശങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ കേസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിടയ്ക്ക് നമ്മുടെ 2019 ഈ കൊറോണ വരുന്നു. 2020 ഈ കൊറോണ വരുന്ന ആ സമയമൊക്കെ. പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും അധികം ആരോടും പെട്ടെന്ന് കയറി അങ്ങോട്ട് സംസാരിച്ച് മുണ്ടി പോകാനോ അങ്ങനെയൊന്നും ഇല്ലാത്ത കേസ്. പ്രത്യേകിച്ച് ഞാനൊരു ഇൻട്രോവേർട്ട് പോലെയാണ്. എനിക്ക് അധികം ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. സൗമ്യക്കും അതുപോലെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയുക കൊറോണ വന്നു. ആ സമയത്തൊക്കെയാണ് ചെറുതായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ, പക്ഷെ അന്ന് വീഡിയോസൊന്നും എടുത്തില്ല. യൂട്യൂബുകളിൽ ഇങ്ങനെ വീഡിയോസുകളൊക്കെ കണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയ അത് കൊറോണ കഴിഞ്ഞിട്ടാണ് കേട്ടോ. കൊറോണയിൽ വീഡിയോ അത് ഓപ്പൺ ചെയ്ത് പലരും ഇന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ആണ് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ അതെങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, നമ്മൾ സാധാ ഫോണൊക്കെ ആയിരുന്നല്ലോ. പിന്നെ അങ്ങനെ ഒരുപാട് നമ്മൾ ബജാജിലും അതും ഇതിലൊക്കെ ലോണൊക്കെ ഇട്ടിട്ട് ഒരു ഐഫോൺ എടുത്തു. ഐഫോണിൽ ആദ്യം ഗോപ്രോ പറഞ്ഞിട്ട് ക്യാമറ എടുത്തോട്ടെ കേസ്. അത് എന്താണ് ഞാനത് ഗോപ്രോ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഹെൽമെറ്റിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഞാനത് ഗോപ്രോ എടുത്തതും ഹെൽമെറ്റിലൊക്കെ വീഡിയോ വെച്ച് എടുക്കാൻ പറ്റില്ല എന്നുള്ള നിയമം വന്നു വണ്ടിയിൽ പോകുമ്പോൾ. അങ്ങനെ ആ പ്രതീക്ഷ അങ്ങനെ പോയി. അപ്പോൾ ശരി അത് വേണ്ടാന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കുറേ കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. യൂട്യൂബിൽ വലിയ വരുമാനങ്ങളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്ന് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണമല്ലോ. പക്ഷെ അതൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ രണ്ടും കൽപ്പിച്ച് ഐഫോൺ എടുത്തു. ഞങ്ങൾ അടവിന് ഐഫോൺ 30 എടുത്തു. ഇന്നും ഞാൻ വീഡിയോ എടുക്കുന്നത് ഐഫോൺ 30 തന്നെയാണ്. അതിന് എന്താ പറയുക 3 വർഷമായിട്ട് കേസ്. അതിന് ശേഷമാണ് ഞങ്ങളുടെ വീഡിയോ ഇച്ചിരി നല്ല ക്ലാരിറ്റിയിൽ നമ്മളിങ്ങനെ ഇളകാതെ ഷെയ്ക്കൊന്നും ഇല്ലാതെ എടുക്കുന്നത് അതിന് ശേഷമാണ്. ആ സമയത്ത് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. ഇപ്പോൾ എനിക്ക് 11,000 12,000 സബ്സ്ക്രൈബേഴ്സായി. ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറേ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് 4 ആളെ കണ്ടാലും സംസാരിക്കാനുള്ളൊരു ഇത് വന്നുവിട്ടെ കേസ്. ഇങ്ങനെ സംസാരിച്ചിട്ട് ആളുകളോട് മിണ്ടിയിട്ടൊക്കെ. സൗമ്യക്കും അതേപോലെ തന്നെ. പിന്നെ ഞങ്ങൾ കുറേ യാത്രകൾ, അതായത് എൻ്റെ 3 വീല് ഫിറ്റ് ചെയ്ത വണ്ടിയിൽ ഒരുപാട് യാത്രകൾ, ഗുരുവായൂർ, പഴനി, അങ്ങനെ കൂടൽമാണിക്യം, അങ്ങനെ കുറേ സ്ഥലങ്ങളിലെ എത്ര സ്ഥലങ്ങളിൽ, വടക്കനാഥ ക്ഷേത്രത്തിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ
നല്ല വൈറലായിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് വന്നു കേട്ടോ. 10-12 മില്യണുള്ള ചെറിയ വീഡിയോ അടക്കം ഈ ഇടയ്ക്ക് വന്നു. അതിൽ ഒരുപാട് ഫോളോവേഴ്സ് വന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഗൈസ്. ഈ 10ാമത്തെ വെഡ്ഡിങ് ഡേ ദിവസം ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ വന്ന് ഭഗവാനെ പറ്റുമ്പോഴൊക്കെ വന്ന് തൊഴുതാറുണ്ട്. മാസം മിക്കവാറും വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണം. നമ്മുടെ ചെറിയ ജീവിത കഥ അല്ലേ, ഈ 10 വയ്യ സൗമ്യയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവൾ വരാത്തത്. അപ്പോൾ ഞങ്ങളുടെ 10 വർഷത്തെ ഈ ട്രാവൽ, അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ ചെറുതായിട്ട് നമ്മൾ മോണിറ്റൈസേഷനായി പണം കുറച്ചായിട്ട് വരാൻ തുടങ്ങി. നിങ്ങൾ കണ്ട് കമൻ്റ് ഇട്ട് നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിട്ട് ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഷിജു മിയോ തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാത്തവരൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നീണ്ട 10 വർഷം 2016 കല്യാണം കഴിഞ്ഞ് 2026 കേസ്. ഭയങ്കര സന്തോഷം. എല്ലാത്തിലും എൻ്റെ സങ്കടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം സൗമ്യ കൂടെയുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും മനസ്സ് തകർന്ന് എന്താ പറയുക, ഒരു പല അവസ്ഥകളും കടന്നു പോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് അവൾ മാത്രമാണ്. നമുക്ക് എന്തെങ്കിലും വേദന വരുമ്പോഴേ നമ്മുടെ കൂടെ ഒരാൾ വേണമല്ലോ ജീവിതത്തിൽ. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ എന്നെക്കാളും വിഷമം അവൾക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ കുറേ വർഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയത് കേട്ടോ കേസ്. അപ്പോൾ എൻ്റെ പറച്ചിൽ കേട്ടിട്ട് സൗമ്യ കരഞ്ഞിരിക്കുകയാണ്.